ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയായ റീസെല്ലിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോയ്ക്ക് ഒത്തിരി പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ അല്ലാണ്ടും പ്രൈവറ്റായിട്ട് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ എല്ലാവരും വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോണിൽ നമ്മുടെ സെല്ല് ചെയ്യേണ്ട കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്. അതൊരു സീരീസ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എങ്ങനെ ഒരു ആമസോൺ സെല്ലറാകാം? അതിനു മുന്നേ നമ്മൾ എന്ത് പ്രോഡക്റ്റാണ് സെൽ ചെയ്യേണ്ടത്, അതിൻ്റെ മാർക്കറ്റ് അനാലിസിസ് ഒക്കെ നടത്തി പ്രോഡക്ട്സ് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് എന്നൊരു അസംഷനിലാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തുകൊണ്ട് ആമസോണിൽ സെല്ല് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1 അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിസിനസ് റീച്ച് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ കോടിക്കണക്കിന് ആൾക്കാരുടെ മുന്നിലേക്കാണ് നമ്മുടെ പ്രോഡക്റ്റ് ഈ ആമസോൺ വഴി ചെല്ലുന്നത്, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് നമ്പർ 1 അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മളൊരു ഹോൾസെയിലർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ ആണ്, അല്ലെങ്കിൽ നമുക്കൊരു ഷോപ്പുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഓൺലൈൻ ആക്കിയാൽ അല്ലെങ്കിൽ ആമസോണിൽ സെല്ല് ചെയ്താൽ നമുക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണെന്നുള്ളതാണ്. കുറഞ്ഞ നിക്ഷേപം മതി നമുക്ക്, അല്ലേ? അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഷോപ്പ് വേണം എന്നില്ല. ഇപ്പോൾ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഷോപ്പ് വേണ്ട. പിന്നെ നമുക്ക് സെയിൽസ് ആൾക്കാരൊന്നും വേണ്ട, സെല്ല് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റാഫ്സ് ഒന്നും വേണ്ട, മാർക്കറ്റിങ്ങും ചെയ്യേണ്ട. ആമസോൺ ആണല്ലോ, അതിന് പ്രത്യേകിച്ച് മാർക്കറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് തന്നെയാണ് ആമസോണിൽ നമ്മൾ സെല്ല് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾക്ക് ആദ്യം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആമസോണിൽ സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തന്നെ GST വേണം. GST ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആമസോണിൽ സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ GST നമ്പർ എന്തായാലും മസ്റ്റാണ്, അത് നമ്മൾ എടുത്തിരിക്കണം. അതല്ല നമുക്ക് പ്രോഡക്റ്റ് അത് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GST വേണം എന്ന് പറയുന്നത്. അതല്ല, ടാക്സ് എക്സംപ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ പാൻ കാർഡ് വേണം. പക്ഷേ എന്ത് തന്നെ ആയാലും ടാക്സ് എക്സംപ്റ്റ് പ്രോഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തന്നെയും നമ്മൾക്ക് GST നമ്പർ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തിരിക്കണം. അത് GSTയുടെ തന്നെ ലോ ആണ്. നമ്മൾ GST നമ്പർ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തിരിക്കണം. ഇപ്പോൾ GST ഇല്ലെങ്കിൽ നമുക്ക് ആമസോണിൽ തന്നെ GST അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ ആമസോണിൽ നോക്കിയതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ GSTക്ക് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ ഇതും അതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ UPC കോഡ് വേണം. UPC കോഡ് എന്ന് പറഞ്ഞാൽ യൂണിക് പ്രോഡക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മളിപ്പോൾ സെല്ല് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ഉള്ള പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് കുർത്തിയാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓൾറെഡി അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കുമല്ലോ. അപ്പം നമുക്ക് പ്രത്യേകിച്ച് UPC കോഡൊന്നും വേണ്ട. അതല്ല, നമ്മൾ ഇതുവരെ ആരും ലിസ്റ്റ് ചെയ്യാത്തൊരു പ്രോഡക്റ്റാണ്, ഒരു ന്യൂ പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു യുണീക്ക് പ്രോഡക്റ്റാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനുള്ള UPC കോഡ് വേണം. അതല്ലാത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ ആമസോണിൽ തന്നെ മാച്ച് ഫീച്ചർ എന്ന് പറഞ്ഞുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കോഡ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഫില്ലാവും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് UPC കോഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റലോഗ് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. കാറ്റലോഗ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ പിക്ചേഴ്സ് എടുക്കുക. ആമസോണിൽ നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ അത് ഇടുന്ന ഇമേജിനൊക്കെ ഒത്തിരി ഫീച്ചർ ഉള്ള ഇത്ര സൈസുള്ള പ്രോഡക്റ്റ്, പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചുള്ള ഇമേജസൊക്കെ എടുത്ത് കാറ്റലോഗ് ചെയ്യുന്നതും ലിസ്റ്റ് ചെയ്യുക. പിന്നെ ലിസ്റ്റ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അതിന് നമ്മൾ ഡിസ്ക്രിപ്ഷനും നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ പ്രൈസും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആമസോണിൻ്റെ തന്നെ സെല്ലർ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെല്ലർ ആപ്പ് വഴി നമുക്ക് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് വഴിയും ചെയ്യാൻ പറ്റും. അത് വെബ്സൈറ്റ് കയറിയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷിപ്പിങ്ങിനുള്ള, ഇപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഷിപ്പിങ്ങിനുള്ള നമ്മൾ ഏത് മെത്തേഡിലാണ് ഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം സെറ്റപ്പ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫുൾഫിൽഡ് ബൈ ആമസോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സാധനം ആമസോണിൻ്റെ വെയർ ഹൗസിൽ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിൽ ഒരു 100 കുർത്തി അല്ലെങ്കിൽ 200 കുർത്തി ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നു. നമ്മൾ എന്നിട്ട് ആ സാധനം നമ്മുടെ ആമസോണിൻ്റെ വെയർ ഹൗസിലെത്തിക്കും. അപ്പോൾ ഈ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ആമസോൺ തന്നെ അത് പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യും. അപ്പോൾ നമ്മളൊന്നും അറിയണ്ട. അതാണ് ഫുൾഫിൽഡ് ബൈ ആമസോൺ എന്ന് പറഞ്ഞാൽ.
അതല്ലാത്തൊരു രണ്ടാമത്തെ മെത്തേഡാണ് ഈസി ഷിപ്പ്. ഈസി ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓർഡർ കിട്ടുമ്പോൾ നമുക്കതിന് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് എല്ലാം റെഡി ആക്കണം. അപ്പോൾ ആമസോണിൻ്റെ ആൾക്കാർ നമ്മളെ വീട്ടിൽ വന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഷിപ്പ് ചെയ്യും. അതാണ് ഈസി ഷിപ്പ്. അടുത്തെന്ന് പറഞ്ഞാൽ സെൽഫ് ഷിപ്പ്. മൂന്നാമത്തെ മെത്തേഡാണ് സെൽഫ് ഷിപ്പ്. സെൽഫ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടത്. കാര്യം ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ തന്നെ ഷിപ്പ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷിപ്പ് ചെയ്യാം. നമുക്കിപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ പോസ്റ്റ് സർവീസ് വഴിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷിപ്പ് ചെയ്യാം. അതാണ് മൂന്നാമത്തത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം സെറ്റപ്പ് ചെയ്യുക, അക്കൗണ്ടൊക്കെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യും കേട്ടോ. ഈ ലിസ്റ്റ് ചെയ്യുന്നതിന് ആമസോണിൽ ഫീസൊന്നും കൊടുക്കണ്ട. അത് നല്ലൊരു കാര്യമാണ്. ആമസോണിൽ നമ്മൾ ഫീസൊന്നും കൊടുക്കണ്ട. പിന്നെ കസ്റ്റമർ നമ്മളെ പ്രോഡക്റ്റ് കാണുന്നു, അത് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മൾ സെല്ലറാകുമ്പോൾ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇമെയിലും ഒക്കെ വരും. അപ്പോൾ വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യണം. അപ്പോൾ ഷിപ്പ് ചെയ്യുന്ന എങ്ങനെ, ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ആമസോൺ ഈസി ഷിപ്പാണോ സെൽഫ് ഷിപ്പാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആമസോണാണ് ഇതിൽ നമുക്ക് നമ്മുടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്നതെന്ന് പറഞ്ഞാൽ അത് ആമസോണാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആമസോണിനൊരു ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ ഒരു ഇത്ര % ആമസോണിൻ്റെ ഫീ ഉണ്ട്. അപ്പോൾ ആ ഫീ ആമസോൺ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ബാക്കിയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യത്തുള്ളൂ. അത് ആഴ്ചയിൽ അവർ ഒരു ദിവസമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സാധനം ഷിപ്പ് ചെയ്ത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടാനുള്ള ഇതുണ്ട്. ഇത്രയൊക്കെയാണ് ഒരു ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് തുടങ്ങുന്നതിന് മുൻപേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ എങ്ങനെ അക്കൗണ്ട് തുടങ്ങാം, എങ്ങനെ GSTയുടെ കാര്യങ്ങൾ, അതൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.